ജീവൻ മുക്തി വിവേകം സ്വരൂപസിദ്ധി പ്രയോജന പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. തപസ് തുടർന്നു കൊണ്ടുപോവുകയാണ് ജീവൻ മുക്തിയുടെ മറ്റൊരു പ്രയോജനം. തപസ്സിൻ്റെ പരമകാഷ്ഠയാണ് ജീവൻ മുക്തി. ജീവൻ മുക്തിക്ക് മുമ്പുള്ള യോഗഭൂമികകൾ തപസ്സല്ലേ? അവയും തപസ്സു തന്നെയാണ്. ദേവലോകപ്രാപ്തിയും മറ്റുമാണ് അവിടെയുള്ള തപസ്സുകളുടെ ഫലം. ഭഗവാൻ അർജുനനും വസിഷ്ഠൻ രാമനും ഇക്കാര്യം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരാൾ ശ്രദ്ധയോടെ യോഗം അഭ്യസിച്ചു, എന്നാൽ ചിത്തം വേണ്ടവണ്ണം ഉപശമിച്ചു കിട്ടിയില്ല. മനസ്സ് കുറേയൊക്കെ ലോകകാര്യങ്ങളിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ യോഗസിദ്ധി കൈവരാതെ മരിക്കുന്നവരുടെ ഗതി എന്താണ്? ലോകസുഖങ്ങളും അനുഭവിച്ചില്ല, ആത്മദർശനവും ഉണ്ടായില്ല. അങ്ങും ഇങ്ങുമല്ലാതെ അവർ ആകാശത്തിലെ മേഘം പോലെ ചിന്നിച്ചിതറി പോകാൻ ഇടവരുമോ? ബ്രഹ്മമാർഗത്തിൽ പ്രതിഷ്ഠ ലഭിക്കാതെ വിമൂഢമായി ജീവിതം അവസാനിക്കുമോ? ഇതായിരുന്നു അർജുനൻ്റെ സംശയം. ഭഗവാൻ അതിന് ഇങ്ങനെ മറുപടി നൽകി: പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ പാർത്ഥ, യോഗം അഭ്യസിക്കുന്നയാൾക്ക് ഇഹലോകത്തോ പരലോകത്തോ യാതൊരു നാശവും സംഭവിക്കുന്നില്ല. ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നയാൾക്ക് ഒരിക്കലും പതനമില്ല. യോഗമാർഗത്തിൽ പ്രതിഷ്ഠ ലഭിക്കാത്തവർ മരണാനന്തരം പുണ്യലോകം പ്രാപിച്ച് ചിരകാലം അവിടെ സുഖിച്ചു വാഴുന്നു. തുടർന്ന് സമ്പന്നന്മാരായ സജ്ജനങ്ങളുടെ കുടുംബത്തിൽ വന്നു പിറക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ യോഗിമാരുടെ കുലത്തിൽ ജനിക്കാൻ ഇടവരുന്നു. ഇവിടെ ഇത്തരം ജന്മങ്ങൾ കിട്ടുന്നതു തന്നെ വളരെ ദുർലഭമാണ്. തത്ര തം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. തുടർന്ന് പൂർവജന്മത്തിൽ അഭ്യസിച്ചിരുന്ന യോഗബുദ്ധി സ്വാഭാവികമായി അവർക്ക് വന്നു ചേരുന്നു. യോഗസിദ്ധിക്കായി തുടർന്ന് യത്നിക്കാനും ഇടവരുന്നു. രാമനും ഏതാണ്ട് ഇതേ തരത്തിലുള്ള സംശയം വസിഷ്ഠനോട് ചോദിക്കുന്നതായി കാണുന്നു. 7 യോഗഭൂമികകളിൽ ഒരാൾ 1 2 3 എത്തി നിൽക്കവേ മരണമടഞ്ഞാൽ അയാളുടെ ഗതി എന്താണ്? ഇതാണ് രാമൻ്റെ ചോദ്യം. വസിഷ്ഠൻ ഇങ്ങനെ മറുപടി നൽകി: ഒരാൾ ഏതെങ്കിലും യോഗഭൂമികയിൽ എത്തി നിൽക്കവേ മരണമടഞ്ഞാൽ തൽക്കാലം എത്തി നിൽക്കുന്ന യോഗഭൂമികയുടെ സ്വഭാവമനുസരിച്ച് അയാളുടെ ദുഷ്കൃതം അത്രയും ഒടുങ്ങിക്കിട്ടുന്നു. തുടർന്ന് സുരവിമാനങ്ങളിലേറി ലോകപാലപുരങ്ങളിലോ മേരുവനകുഞ്ചങ്ങളിലോ രമണീസഖനായി രമിക്കാൻ അവസരമുണ്ടാകുന്നു. ഇങ്ങനെ പരലോക അനുഭവ ഹേതുക്കളായ സുകൃത ദുഷ്കൃതങ്ങൾ ഒടുങ്ങിയാൽ പിന്നെ ഭൂമിയിൽ അവർ യോഗികളായി വീണ്ടും ജനിക്കുന്നു. പരിശുദ്ധിയും ഐശ്വര്യ സമൃദ്ധിയും ഗുണസമ്പന്നതയുമുള്ള കുലങ്ങളിലാണ് ഇത്തരം ജന്മങ്ങൾ ഉണ്ടാവുക. തത്ര പ്രാഗ്ഭാവനാഭ്യസ്തം യോഗഭൂമിത്രയം ബുധഃ സ്പൃഷ്ടോപരി പതത്യുച്ചൈഃ ഉത്തരം ഭൂമികാക്രമം. അവിടെ ഭൂമികാത്രയത്തിൽ അഭ്യസിച്ച സംസ്കാരം അവരെ പിന്തുടരുന്നു. തുടർന്ന് അതിവേഗം ഉപര്യുപരി ഭൂമികകളിലേക്ക് കടന്നു ചെല്ലാനും ഇടവരുന്നു. ആദ്യത്തെ യോഗഭൂമികകൾക്കും ദേവലോകപ്രാപ്തി ഹേതുത്വം സമ്മതിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവ തപസ്സാകുന്നതെങ്ങനെ? ഇത് ശ്രുതിസിദ്ധമാണ്. തപസ്സുകൊണ്ട് ദേവന്മാരാകാമെന്നും ഋഷിമാർ തപസ്സുകൊണ്ട് വരങ്ങൾ കൈക്കലാക്കുന്നുവെന്നും തൈത്തരീയ ഉപനിഷത്ത് വിവരിച്ചിട്ടുണ്ട്. തത്വജ്ഞാനത്തിനും മുമ്പുള്ള 3 യോഗഭൂമികകളും തപസ്സാണെന്ന് സിദ്ധിച്ചാൽ തത്വജ്ഞാനത്തിനു ശേഷം നിർവികൽപ്പ സമാധി രൂപത്തിലുള്ള മറ്റു ഭൂമികകൾ തപസ്സാണെന്ന് പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ.
ഈ തപസ്സിനെയാണ് സ്മൃതികൾ ഇങ്ങനെ വിവരിച്ചിട്ടുള്ളത്. മനസേശ്ചേന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ തജ്ജായ സർവധർമ്മേഭ്യഃ സധർമ്മഃ പര ഉച്യത്തെ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയെയാണ് ഏറ്റവും വലിയ തപസ്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് ഏറ്റവും വലിയ തപസ്. ധർമ്മങ്ങളിൽ വെച്ചെല്ലാം ഇതുതന്നെയാണ് പരധർമ്മം. ഈ തപസ് ജന്മാന്തരത്തെ ഒഴിവാക്കുന്നു. അതുപോലെ ലോകസംഗ്രഹത്തിനായും ഇത് ഉപകരിക്കുന്നു. ലോകസംഗ്രഹത്തിനായും തപസ് തുടരേണ്ടതാണെന്ന് ഭഗവാൻ ഗീതയിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യൻ, ഭക്തൻ, തടസ്ഥൻ എന്നിങ്ങനെ സംഗ്രഹിക്കപ്പെടേണ്ട ലോകം മൂന്നാണ്. ഒരു ശിഷ്യന് അന്തർമുഖനായി തപോനിഷ്ഠനായി വർത്തിക്കുന്ന ഗുരുവിൽ വിശ്വാസബുദ്ധി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം ഉപദേശിക്കുന്ന തത്വത്തിൽ ദൃഢവിശ്വാസം വന്നിട്ട് ചിത്തം അതിവേഗം വിശ്രമം പ്രാപിക്കും. അതുകൊണ്ടാണ് ശ്വേതാശ്വതരോപനിഷത്ത് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്: യസ്യ ദേവേ പരം ഭക്തിർ യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹ്യർത്ഥാഃ പ്രകാശന്തേ മഹാത്മനഃ. ദേവങ്കലും ഗുരുവിലും അതിരറ്റ ഭക്തിയുള്ളയാൾക്ക് മാത്രമേ വേദാന്ത തത്വങ്ങൾ വ്യക്തമായി പ്രകാശിക്കുകയുള്ളൂ. ഭഗവാനും ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു: ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിമച്ചിരേണാധിഗച്ഛതി. ഈശ്വരനിലും ഗുരുവിലും വിശ്വാസമുള്ളവർക്ക് ജ്ഞാനം ലഭിക്കുന്നു. അതുപോലെ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനും ജ്ഞാനം ലഭ്യമാണ്. ജ്ഞാനമുണ്ടായാൽ അതിരറ്റ ശാന്തിയും അതോടെ വന്നുചേരും. യോഗിമാർക്ക് ഭക്ഷണം നൽകിയും താമസ സൗകര്യം നൽകിയും അവരെ പരിചരിക്കുന്നവർ അവരുടെ തപസ്സിൻ്റെ പങ്കാളികളായിത്തീരുന്നു. യോഗിയുടെ സന്താനങ്ങൾ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ ഒരു ഭാഗത്തിന് അവകാശികളായിത്തീരുന്നു എന്നാണ് ശ്രുതിയുടെ പ്രഖ്യാപനം. അതുപോലെ സുഹൃത്തുക്കൾ നന്മയിലും ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ തിന്മയിലും അവകാശികളായിത്തീരുന്നു. ശിഷ്യനും ഭക്തനുമല്ലാത്ത മധ്യവർത്തികളായി കഴിയുന്ന തടസ്ഥന്മാർ രണ്ടു തരക്കാരുണ്ട്: ഈശ്വരനിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. ഇവരിൽ ഈശ്വരവിശ്വാസികളായ ആസ്തികന്മാർ യോഗിയുടെ സന്മാർഗനിഷ്ഠ കണ്ട് സ്വയം സന്മാർഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഭഗവാന്റെ പ്രഖ്യാപനം നോക്കുക: യദ്യദാചരതി ശ്രേഷ്ഠസ്തത്തദ്ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. മഹാന്മാർ എന്താചരിക്കുന്നുവോ മറ്റുള്ളവർ അത് പിന്തുടരുന്നു. അവർ എന്തിനെ പ്രമാണമാക്കുന്നുവോ ലോകം അത് ശ്രദ്ധിക്കുന്നു. ഈശ്വരവിശ്വാസമില്ലാത്ത നാസ്തികൻ പോലും യോഗിയുടെ കണ്ണിൽ പെടുവാനും സമ്പർക്കത്തിൽ ഏർപ്പെടാനും ഇടയായാൽ അയാളുടെ പാപം കുറയാനിടവരുന്നു. സൂതസംഹിത ഇങ്ങനെ പറയുന്നു: യസ്യാനുഭവപര്യന്ത തത്വേ ബുദ്ധി പ്രവർത്തതേ തദ്ദൃഷ്ടിഗോചരാ സർവേ മുച്യന്തേ സർവപാതകൈഃ. അപരോക്ഷ അനുഭൂതിയോടുകൂടി ആരുടെ ബുദ്ധി സദാ തത്വനിഷ്ഠമായിരിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ വന്നു പെടുന്നവർ പോലും പാപങ്ങളിൽ നിന്നെല്ലാം വിമുക്തരായി ഭവിക്കുന്നു. യോഗി ജീവിതം സർവപ്രാണികൾക്കും ഉപകാരകമാണെന്ന് വീണ്ടും സൂതസംഹിത ഇങ്ങനെ വിവരിക്കുന്നു: സ്നാതം തേന സമസ്തതീർത്ഥസലിലേ സർവാഭിദത്താവനിഃ യജ്ഞാനാം ച സഹസ്രമിഷ്ടമഖില ദേവാശ്ച സംപൂജിതാഃ സംസാരാച്ച സമുദ്രതാ സ്വപിതരസ്ത്രൈലോക്യപൂജ്യോപ്യസൗ യസ്യ ബ്രഹ്മവിചാരണേ ക്ഷണമപി സ്ഥൈര്യം മനഃ പ്രാപ്നുയാത്. ക്ഷണനേരമെങ്കിലും
മനസ്സ് ബ്രഹ്മനിഷ്ഠയിൽ ഉറയ്ക്കുന്ന യോഗിയുടെ മാഹാത്മ്യം അദ്ഭുതം തന്നെ. അദ്ദേഹം ലോകത്തുള്ള സകല തീർത്ഥ സലിലത്തിലും കുളിച്ചയാളാണ്. ഭൂമി മുഴുവൻ ദാനം ചെയ്തയാളാണ്. 1000 യജ്ഞങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തിരിക്കുന്നു. എല്ലാ ദേവന്മാരെയും പൂജിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം പിതൃക്കളെ സംസാരക്ലേശത്തിൽ നിന്നും ഉദ്ധരിച്ച് കഴിഞ്ഞിരിക്കുന്നു. 3 ലോകത്തും അദ്ദേഹം സംപൂജ്യനായി ഭവിച്ചിരിക്കുന്നു. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വിശ്വംഭര പുണ്യവതി ചതേന അപാര സംവിത് സുഖസാഗരേസ്മിൻ ലീനം പരേ ബ്രഹ്മണി യസ്യ ചേതഃ. ബ്രഹ്മനിഷ്ഠൻ്റെ കുലം പവിത്രമാണ്. അമ്മ ചരിതാർത്ഥയാണ്. അദ്ദേഹം നിമിത്തം ഭൂമി പുണ്യവതിയായി ഭവിച്ചിരിക്കുന്നു. ബ്രഹ്മനിഷ്ഠൻ സദാ അനന്തമായ സുഖസമുദ്രത്തിൽ മുഴുകി കഴിഞ്ഞുകൂടുന്നു. യോഗിയുടെ ശാസ്ത്രാനുസരണമായ നടത്തം മാത്രമല്ല തപസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലൗകിക വ്യാപാരങ്ങളും തപസ്സാണ്. തൈത്തിരീയ ശാഖക്കാർ നാരായണോപനിഷത്തിലെ അന്തിമ അനുവാകത്തിൽ യോഗിയുടെ മഹിമ വർണ്ണിച്ചിട്ടുണ്ട്. അതേ അനുവാകത്തിൻ്റെ ആരംഭത്തിൽ യോഗിയുടെ അവയവങ്ങളെ യജ്ഞാംഗദ്രവ്യങ്ങളായി വിവരിച്ചിരിക്കുന്നു. ഇപ്രകാരം സത്യദർശി അനുഷ്ഠിക്കുന്ന യജ്ഞത്തിലെ യജമാനൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെ. ശ്രദ്ധയാണ് ധർമ്മപത്നി, ശരീരമാണ് ചമത, മാർവിടമാണ് യജ്ഞവേദി, രോമങ്ങളാണ് കുശപ്പുല്ലുകൾ, തലമുടിക്കെട്ടാണ് കുശക്കെട്ട്, ഹൃദയമാണ് മരക്കുറ്റി, കാമമാണ് ഹോമദ്രവ്യം, കോപമാണ് യാഗപശു, തപസ്സാണ് അഗ്നി, ശമമാണ് പശുഹന്താവ്, ദാനമാണ് ദക്ഷിണ, വാക്കാണ് ഹോതാവ്, പ്രാണനാണ് ഉദ്ഗാതാവ്, കണ്ണാണ് അധ്വർയു, മനസ്സാണ് ബ്രഹ്മാവ്, ചെവിയാണ് ഹോമാഗ്നിജ്വലയിതാവ്. ഇങ്ങനെ പോകുന്നു ആ വിവരണം. തസ്യൈവം വിദുഷോ യജ്ഞസ്യാത്മാ യജമാനശ്രദ്ധാപത്നി ശരീരമിദ്മമുരോ വേദർ ലോമാനി ബർഹിർവേദശിഖാഹൃദയം യൂപ കാമ ആജ്യം മന്യുഃ പശുസ്തപോഗ്നിർദമശമ ഇത ദക്ഷിണാവോഗ്ധാത ദക്ഷിണാവാഗ്ധോത പ്രാണ ഉദ്ഗാത ചക്ഷുരധ്വർയുർമനോ ബ്രഹ്മാശ്രോത്രമഗ്നിബ്ദ്യാവദ്രിയത്തെ സാ ദീക്ഷ. പ്രസ്തുത അനുവാകത്തിലെ മധ്യമഭാഗത്തിൽ യോഗിയുടെ ലോകവ്യവഹാരവും ജീവനകാലവും ജ്യോതിഷ്ഠോമ യാഗത്തിലെ ക്രിയാ അവയവങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉത്തരഭാഗത്തിൽ യോഗി വ്യവഹാരത്തെ സർവജ്ഞ അവയവ ക്രിയാരൂപത്തിലും ചിത്രീകരിക്കുന്നു. ജീവിതകാലമാണ് ദീക്ഷ, ഭക്ഷണമാണ് ഹവിസ്, ജലപാനമാണ് സോപാനം, എന്തിലൊക്കെ രമിക്കുന്നുവോ അത് ഉപസദ ഹോമം, നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതുമൊക്കെ പ്രവർഗ്യഹോമം, മുഖമാണ് ആഹവനീയ അഗ്നി, സംഭാഷണമാണ് ഹവിസ്, ജ്ഞാനമാണ് ഹോമിക്കൽ, വൈകിട്ടും കാലത്തുമുള്ള ആഹാരമാണ് ചമത, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഭക്ഷണങ്ങളാണ് 3 നേരത്തെയും സേവനകർമ്മങ്ങൾ, പകലും രാത്രിയും ദശപൂർണമാസയാഗങ്ങൾ, അർദ്ധമാസങ്ങളോ മാസങ്ങളോ ആണ് ചാതുർമാസ്യ യജ്ഞങ്ങൾ, ഋതുക്കളാണ് പശുബന്ധന സ്ഥാനങ്ങൾ, വർഷങ്ങളോ അർദ്ധവർഷങ്ങളോ ആണ് അഹർഗണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ യജ്ഞത്തിൽ സർവവും ദക്ഷിണ നൽകപ്പെടുന്നു. മരണമാണ് അവഭൃത സ്നാനം.
പ്രാണ ഉദ്ഗാതാ ചക്ഷുരധ്വർയുർമനോ ബ്രഹ്മാ ശ്രോത്രമഗ്നീബ്ദ്യാവധ്രിയത്തെ സാ ദീക്ഷ യദസ്നാതി തദ്ധവിർയത് പിബതി തദസ്യ സോമപാനം യദ്രമത്തെ തദുപസദോ യത്സഞ്ചരത്യുപവിശത്യുത്തിഷ്ഠത്തെ ച സ പ്രവർഗ്യോ യന്മുഖം തദാഹവനീയോ യാവ്യാഹൃതിരാഹുതിര്യദസ്യ വിജ്ഞാനം തജ്ജുഹോതി യത്സായം പ്രാതരത്തി തത്സമിധം യത് പ്രാതർമധ്യന്തിനഗും സായം ച താനി സവനാനി യേ അഹോരാത്രേ തേ ദർശപൂർണമാസൗ യേ അർദ്ധമാസശ്ച മാസാശ്ച തേ ചാതുർമാസ്യാനി ഋതവസ്തേ പശുബന്ധായേ സംവത്സരാശ്ച പരിവത്സരാശ്ച തേ ഹർഗണ സർവവേദസംവാ ഏതത്സത്രം യന്മരണം തദവഭൃത ഏതദ്വൈജരാമര്യമഗ്നിഹോത്രഗം സത്രം യ ഏവം വിദ്വാനുദഗയനെ പ്രമീയത്തെ ദേവാനാമേവ മഹിമാനം ഗത്വാദിത്യസ്യ സായുജ്യം ഗച്ഛത്യഥയോ ദക്ഷിണേ പ്രമീയത്തെ പിതॄണാമേവ മഹിമാനം ഗത്വാ ചന്ദ്രമസസ്സായുജ്യഗും സ ലോകതാമാപ്നോത്യേതൗ വൈ സൂര്യ ചന്ദ്രമസോർമഹിമാനൗ ബ്രാഹ്മണോ വിദ്വാനഭിജയതി തസ്മാത് ബ്രഹ്മണോ മഹിമാനമാപ്നോതി തസ്മാത് ബ്രഹ്മണോ മഹിമാനമിത്യുപനിഷത്ത്. ഇങ്ങനെ യോഗിയുടെ ജീവിതം സർവവും ദക്ഷിണയായി നൽകുന്ന യജ്ഞമാണ്. ഈ അനുവാകത്തിൽ തന്നെ ഉത്തരഭാഗത്തിൽ സർവജ്ഞനായ യോഗിയെ ഉപാസിക്കുന്നവർക്ക് ക്രമമുക്തി ലഭിക്കുമെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ സൂര്യചന്ദ്രന്മാരെന്ന കാര്യബ്രഹ്മങ്ങളോടോ അഥവാ കാരണബ്രഹ്മത്തോടോ ഏകീഭവിച്ച് മുക്തരായി ഭവിക്കുന്നതാണ്. ഒരു യോഗിയുടെ മരണപര്യന്തമുള്ള ജീവിതം വേദപ്രോക്തമായ അഗ്നിഹോത്രാദി യജ്ഞങ്ങൾക്ക് തുല്യമാണെന്ന് കരുതി യോഗിയെ ആരുപചരിക്കുന്നുവോ അവർ ഭാവനാതിശയം നിമിത്തം സൂര്യനോടോ ചന്ദ്രനോടോ സായുജ്യം പ്രാപിച്ച് ക്രമമുക്തിക്ക് അർഹരായി ഭവിക്കുന്നു. സൂര്യചന്ദ്രലോകങ്ങളിൽ നിന്നും അവർ സത്യലോകത്തെത്തി ബ്രഹ്മാവിൻ്റെ മഹിമയെ പ്രാപിക്കുന്നു. അവിടെ വച്ച് ജ്ഞാനോദയമുണ്ടായി സത്യജ്ഞാനാനന്ദ രൂപമായ പരബ്രഹ്മവുമായി ഏകീഭവിച്ച് കൈവല്യം പ്രാപിക്കുന്നു. ഇതാണ് ശ്രുതിയുടെ തീരുമാനം. ഇതാണ് ജീവൻ മുക്തിയുടെ രണ്ടാമത്തെ പ്രയോജനമായ തപസ്. വിസംവാദം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.